ഓണവിപണി ലക്ഷ്യമിട്ട് നെന്മാറയിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം കുറിച്ചു. ഓണക്കാലത്ത് പ്രാദേശിക വിപണിയിൽ ചെണ്ടുമല്ലിപ്പൂവ് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. നെന്മാറ കൽനാട്ടിലെ ഒരേക്കർ സ്ഥലത്ത് 5000 ചെണ്ടുമല്ലി തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 80,000 തൈകളാണ് 75% സബ്സിഡി നിരക്കിൽ പഞ്ചായത്തിൽ വിതരണം ചെയ്യുന്നത്. 300ഓളം കർഷകർ ഇതിന്റെ ഭാഗമാവും. വരും ദിവസങ്ങളിൽ കൃഷിയിറക്കും. കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത ചെണ്ടുമല്ലി കൃഷി വൻ വിജയമായതിനെ തുടർന്നാണ് കൃഷി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി പഞ്ചായത്ത് 3 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CC സുനിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഓണത്തിന് പൂക്കളം ഇടാൻ വേണ്ടി നമ്മുടെ ആളുകൾ മുഴുവൻ തെരുവോരങ്ങളിൽ കച്ചവടം നടത്തുന്ന ആളുകൾ പൂവാണ്. തമിഴ്നാട്ടിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പൂവാണ് 100 കണക്കിന് രൂപ കൊടുത്ത് നമ്മുടെ നാട്ടിൽ വാങ്ങിക്കൂട്ടുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കൃഷിയിടങ്ങളുണ്ട്. അത്തരം കൃഷിയിടങ്ങളിൽ ഈ കൃഷിയെല്ലാം ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇടവിളകൾക്ക് പ്രാധാന്യം കൊടുക്കാറില്ല. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കാറില്ല. ഇപ്പൊ നമ്മളെ ഓരോ ദിവസവും അതിർത്തി കടന്നു വരുന്ന പൂവിപണിയിലേക്ക് വരുന്ന ധാരാളം പൂക്കളുണ്ട്. ഈ പൂക്കൾ മുഴുവൻ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലാണ് വളരുന്നത്. തമിഴ്നാടും കർണാടകയുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. നമ്മുടെ നാട്ടിൽ ധാരാളം കൃഷി സ്ഥലങ്ങളുണ്ട്, നമ്മൾ ധാരാളം കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ആരും തന്നെ പരീക്ഷണ കൃഷിക്ക് പലപ്പോഴും കേരളത്തിൽ മടിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മുടെ നാട്ടിലെ കർഷകരെ ചില കാര്യങ്ങളിലെങ്കിലും സ്വയം പര്യാപ്തരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 3 ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ചെണ്ടുമല്ലി തൈ വിതരണത്തിന് തയ്യാറെടുത്തിട്ടുള്ളത്. മണ്ണൂത്തി കാർഷിക സർവകലാശാലയുടെ വിളയിച്ചെടുത്ത അവിടുന്ന് നമ്മുടെ കൃഷി ഓഫീസറും കൃഷി ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട് വിളയിച്ചെടുത്ത തൈകളാണ് ഇവിടെ വിതരണത്തിനായി ഇവിടെ തയ്യാറെടുക്കുന്നത്. വൈസ് പ്രസിഡന്റ് പ്രഭിത ജയൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം KG എൽദോ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോട്ടത്തിൽ നാരായണൻ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR നാരായണൻ, കൃഷി ഓഫീസർ S കൃഷ്ണ, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീപ്രിയ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ C സന്തോഷ്, C പ്രകാശൻ, PC രാജൻ എന്നിവർ പ്രസംഗിച്ചു.